ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന കേക്ക് 3 kg 3 ടയർ കേക്കാണ് കേട്ടോ. ഫ്ലേവർ വന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ കേക്ക്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്. ഇത് ഞാൻ തലേ ദിവസമേ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇതുപോലെ തട്ടാക്കി കേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ തലേ ദിവസമേ കേക്ക് ചെയ്ത് വെക്കണം. എങ്കിലേ ഇത് കറക്റ്റ് ആ ഒരു നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കേക്ക് ചിലപ്പോൾ പിഞ്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തലേ ദിവസമേ സെറ്റ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം ഇതൊന്ന് തട്ടാക്കി വെക്കുന്നത്. തട്ടാക്കി സെറ്റ് ചെയ്താൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാംബൂ സ്റ്റിക്ക് കുത്തി വെക്കും കേട്ടോ. അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ആയിട്ടൊക്കെ ഉള്ള കേക്ക്, അതായത് ലോങ് ആയിട്ടൊക്കെ കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ ആണെങ്കിൽ കേക്ക് ഷേക്കാവുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. ഇല്ലെങ്കിൽ കേക്ക് നമ്മളിത് കുത്തിയിട്ടില്ലെങ്കിൽ കേക്ക് ഷേക്കാവുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കുത്തി വയ്ക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റിബണൊക്കെ സെറ്റ് ചെയ്തു. കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ. ഇത് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ചു. ഫസ്റ്റ് ബർത്ത്ഡേ ടോപ്പർ വെച്ചു. അങ്ങനെ ക്രീം വെച്ച് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇനി അടുത്തത് വയ്ക്കാൻ പോകുന്നത് ഫ്ലവറാണ് കേട്ടോ. 4 ഫ്ലവറാണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കി എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ നോക്കി. ഓരോ ഫ്ലവർ വയ്ക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് കറക്കി നോക്കും ഓക്കെ ആണോ. അങ്ങനെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കേക്ക് സെറ്റ് ചെയ്യുമ്പോഴും ഫൈനൽ ലുക്ക് കാണാനായിട്ട് ഭയങ്കര ഒരിതാണ് കേട്ടോ. കറക്റ്റ് ആ കസ്റ്റമർ തന്ന രീതിക്ക് തന്നെയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഓക്കെ ആണോ, കസ്റ്റമറിന് ഇഷ്ടപ്പെടുമോ, അതൊക്കെയാണ് മനസ്സിലിങ്ങനെ ഓടി പോകുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫോട്ടോ കസ്റ്റമറിന് അയക്കും. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് കസ്റ്റമറിൻ്റെ റിപ്ലൈ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കസ്റ്റമർ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് സേഫായിട്ട് അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാലും പിന്നെ ടെൻഷൻ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവരുടെ അഭിപ്രായം, കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം